Hi friends, welcome back to our channel. 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൻ്റെ സെക്കൻഡ് യൂണിറ്റ് ആയിട്ടുള്ള മിഡീവൽ ഇന്ത്യ കൾച്ചറൽ മൂവ്മെൻ്റ് ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള മിഡീവൽ ഇന്ത്യയുടെ എല്ലാ നോട്ട്സും അതുപോലെ തന്നെ എക്സ്പ്ലനേഷനും എല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത ചാപ്റ്ററിലേക്ക് കിടക്കാം. മിഡീവൽ ഇന്ത്യ എന്ന് പറഞ്ഞാൽ മധ്യകാല ഇന്ത്യ അല്ലേ. കൾച്ചറൽ മൂവ്മെൻറ്റ്, സാംസ്കാരികപരമായിട്ടുള്ള മൂവ്മെൻറ്റ്സ്, പ്രസ്ഥാനങ്ങളെ കുറിച്ചിട്ടാണ് ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. തമിഴ് ലിറിക്സ്. ഇവിടെ നമുക്ക് ഒരു തമിഴിലെ ലിറിക്സ് തന്നിട്ടുണ്ട്. കുലശേഖര ആഴ്വാറിൻ്റെ പെരുമാൾ തിരുമൊഴി എന്നതിലെ കുറച്ച് വരികളാണ് ഇവിടെ തന്നിട്ടുള്ളത്. അതിൻ്റെ ട്രാൻസ്ലേഷനും തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി എന്താണ് ഇതിനെക്കുറിച്ച് പറയുന്നത് എന്ന് നോക്കാം. ദ എബോവ് വേഴ്സ് ഈസ് ഫോം പെരുമാൾ തിരുമൊഴി റിട്ടൺ ബൈ കുലശേഖര ആഴ്വാർ, എ ഭക്ത പോയറ്റ് ഹു ലീവ്ഡ് ഇൻ കേരള ഇൻ ദ 9th century. ഇദ്ദേഹം ഈ ഒരു 9ാം നൂറ്റാണ്ടിൽ 9th centuryയിൽ നമ്മുടെ കേരളത്തിൽ ജീവിച്ചിരുന്ന കുലശേഖര ആഴ്വാർ എന്ന ഒരു ഭക്ത പോയറ്റാണ്. അദ്ദേഹം ഭക്തി കവിയാണ്. രചിച്ച പെരുമാൾ തിരുമൊഴി എന്ന കൃതിയിലെ ഒരു ചെറിയ ഭാഗമാണ് നമുക്കിവിടെ മുകളിൽ തന്നിട്ടുള്ളത്. ഈ വരികളിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്ന ആശയം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. വാട്ട് ഈസ് ദ തീം ബിഹൈൻഡ് ദീസ് ലൈൻസ്? ഇവിടെ എന്താണ് ഈ വരികളിലൂടെ നമുക്ക് മനസ്സിലാവുന്നത് നമ്മുടെ ദൈവത്തിൻ്റെ ഒരു സമ്പൂർണമായ ജീവിതം അർപ്പിക്കുന്നതിനെ കുറിച്ചിട്ടാണ് ഭക്തിയിൽ പറയുന്നത്. ആ ഒരു സംഭവം തന്നെയാണ് ഇവിടെയും പറയുന്നത്. ഭക്തി ഈസ് ദ ടോട്ടൽ സബ്മിഷൻ ഓഫ് വൺസ് ലൈഫ് ടു ഗോഡ്. ദൈവത്തിന് വേണ്ടി ഒരാളുടെ ജീവൻ സമർപ്പിക്കുന്നതിൻ്റെ അതിനെയാണ് ഇവിടെ ഭക്തി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. The ideas and activities that arise out of bhakti are known as bhakti movement. എന്താണ് ഭക്തി മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ? ഈ ഒരു ഭക്തിയെ അടിസ്ഥാനമാക്കിയിട്ട് ഉയർന്നു വരുന്ന ഐഡിയാസും ആക്ടിവിറ്റീസും ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ് ഭക്തി മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. The conservative outlook and the caste system that prevailed in medieval India perpetuated discrimination among the people. നമ്മുടെ മിഡീവൽ ഇന്ത്യയിൽ എന്താ പറയുക, അന്ന് കാസ്റ്റ് സിസ്റ്റവും അതുപോലെ തന്നെ ഒരുപാട് അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു കാഴ്ചപ്പാട്, ഔട്ട്ലുക്ക് ഉണ്ടായിരുന്നു. ആ ഒരു ഡിസ്ക്രിമിനേഷൻ അനുസരിച്ചിട്ടായിരുന്നു അവിടെ നിലനിന്നിരുന്നത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ആളുകൾ എന്ന് പറയുന്നത് ദ സോഷ്യൽ ഗ്രൂപ്പ്സ് സബ്ജക്ട്സ് ടു കാസ്റ്റ് സിസ്റ്റം വേർ അട്രാക്റ്റഡ് ടു ദ ഭക്തി മൂവ്മെൻറ്റ്. അപ്പോൾ ഇങ്ങനെ ഒരു കാസ്റ്റ് സിസ്റ്റം അവിടെ ഉള്ളതുകൊണ്ട് തന്നെ ആളുകൾക്ക് പെട്ടെന്ന് തന്നെ ഈ ഭക്തി മൂവ്മെൻറ്റിലേക്ക്, ഭക്തി പ്രസ്ഥാനം വന്നതോടു കൂടിയിട്ട് ആളുകൾ അതിലേക്ക് അട്രാക്റ്റ് ചെയ്യാൻ തുടങ്ങി. ഗ്രാജുവലി അറ്റ് ഡിഫറെൻറ്റ് ടൈംസ് ദർ ഒക്കേർഡ് എ സിന്തസിസ് ഓഫ് വേരിയസ് വിഷൻ ആൻഡ് പ്രാക്ടീസസ് ഇൻ ഇന്ത്യ. ഇതിങ്ങനെ ആളുകളിങ്ങനെ വരാൻ തുടങ്ങിയതോടു കൂടിയിട്ട് ഗ്രാജുവലി ആയിട്ട് ഒരുപാട് വ്യത്യസ്ത കാലങ്ങളിൽ ഇന്ത്യയിൽ ഒരുപാട് വേരിയസ് സിന്തസിസും വിഷൻസും ഒക്കെ അവിടെ രണ്ടും കൂടെ കൂടിക്കലരാൻ തുടങ്ങി. ആളുകൾക്ക് എന്താ വേണ്ടത്? അന്ന് കാസ്റ്റ് സിസ്റ്റം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നും ഒരു മോചനമാണ് ആളുകൾക്ക് വേണ്ടത്. അപ്പോൾ ആ ജനങ്ങളുടെ ഇടയിലേക്ക് ഭക്തി മൂവ്മെൻറ്റ് വന്നതോട് കൂടിയിട്ട് അവർ ആ ആശയത്തിലേക്ക് പതിയെ ഇങ്ങനെ വരാൻ തുടങ്ങി. In this chapter, we shall discuss the two important cultural movements that spread across India during the medieval period, that is Bhakti Sufi movement. ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ മെയിനായിട്ട് പഠിക്കുന്നത് അന്നത്തെ കൾച്ചറൽ മൂവ്മെൻ്റ് ആയിട്ടുള്ള ഭക്തി മൂവ്മെൻറ്റും അതുപോലെ തന്നെ സൂഫി മൂവ്മെൻറ്റിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടി എന്താണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്നല്ലേ. ദെൻ ഫസ്റ്റ് വൺ, ഭക്തി മൂവ്മെൻറ്റ് ഇൻ സൗത്ത് ഇന്ത്യ. സൗത്ത് ഇന്ത്യയിലെ ഭക്തി മൂവ്മെൻ്റ് ആണ് നോക്കുന്നത്. Bhakta poets who lived in South India composed hymns and devotional songs that express unwavering devotion to their favorite deity. എന്താണ് അന്നുണ്ടായിരുന്ന ആളുകൾ, അന്നത്തെ പോയറ്റ്സ് എന്ന് പറയുന്നത് അവർക്ക് ഏത് ദേവതയോടെയാണോ അല്ലെങ്കിൽ ഏത് ദൈവത്തോടാണോ ഇഷ്ടമുള്ളത് അവരെ പ്രകീർത്തിക്കുന്ന അല്ലെങ്കിൽ അവരെ സൂചിപ്പിക്കുന്ന കവിതകളും അതുപോലെ തന്നെ കീർത്തനങ്ങളും ഗീതങ്ങളും ഒക്കെ അവർ രചിക്കാൻ തുടങ്ങി. ആ ഒരു ഭക്തി കവികൾ ദക്ഷിണേന്ത്യയിൽ അന്ന് നിലനിൽക്കുകയും ചെയ്തിരുന്നു. ദ ഭക്ത പോയറ്റ് were devotees of Vishnu known as Alvas and devotees of Shiva known as Nayanas.
അന്നത്തെ ഈ ഭക്തി കവികൾ അന്ന് വിഷ്ണു ഭക്തരും അതുപോലെ തന്നെ നായനാരുമായിരുന്നു. നായനാർ എന്ന് പറഞ്ഞാൽ ശിവയെ ഡിവോട്ട് ചെയ്തിട്ടുള്ളതും വിഷ്ണുവിനെ ഡിവോട്ട് ചെയ്തിട്ടുള്ളത് ആൾവാസുമായിരുന്നു. ഓക്കെ, ആ ഒരു രീതിയിലായിരുന്നു അന്ന് ഭക്തികൾ ഉണ്ടായിരുന്നത്. ഭക്തകവികൾ, കുറേ കവികൾ ഈ ഒരു ശിവനെ ഡിവോട്ട് ചെയ്തിട്ട് നായനാസ് എന്ന രീതിയിലും അതുപോലെ തന്നെ വിഷ്ണുവിനെ ഡിവോട്ട് ചെയ്തിട്ടുള്ള ആൾവാസ് എന്ന രീതിയിലുമായിരുന്നു ഉണ്ടായിരുന്നത്. Let's see the characteristics of movement that existed between the 7th and 12th centuries. എന്തായാലും നമുക്ക് ഈ ഒരു 7th സെഞ്ച്വറിൻ്റെയും ഈ 12th സെഞ്ച്വറിൻ്റെയും ഇടയിലുള്ള ഈ ഒരു ഭക്തി മൂവ്മെൻറ്റിൻ്റെ സവിശേഷതകൾ, ക്യാരക്ടറിസ്റ്റിക്സ് നമുക്കൊന്ന് നോക്കാം. എന്തൊക്കെയാണ് ഭക്തി മൂവ്മെൻറ്റ്സ് ഇൻ സൗത്ത് ഇന്ത്യ? ഫസ്റ്റ് വൺ, ലവ് ആൻഡ് സബ്മിഷൻ ടു ഗോഡ്. ദൈവത്തോടുള്ള ഒരു സ്നേഹവും അതുപോലെ തന്നെ ദൈവത്തിലേക്കുള്ള ഒരു സമർപ്പണവും. ആക്സസ് ടു ഓൾ ഇറസ്പെക്റ്റീവ് ഓഫ് കാസ്റ്റ്. ഈ ഒരു കാസ്റ്റ്, ജാതിയോ അല്ലെങ്കിൽ മതമോ ആ ഒരു വ്യത്യാസമൊന്നുമില്ലാതെ ആർക്ക് വേണമെങ്കിലും ഇതിലേക്ക് കടന്നു വരാനുള്ള ആക്സസ് ഉണ്ടായിരുന്നു. ഈക്വൽ പാർട്ടിസിപ്പേഷൻ ഓഫ് വുമൺ. സ്ത്രീകൾക്ക് തുല്യമായിട്ടുള്ള പാർട്ടിസിപ്പേഷൻ നിലനിന്നിരുന്നു. ഡീപ് ഡിവോഷൻ ടു ദ ബിലോവ്ഡ് ഡൈറ്റി. നമുക്ക് ഏത് ദൈവത്തിനെയാണോ ഇഷ്ടമുള്ളത് ആ ദൈവത്തിൽ അകമഴിഞ്ഞ് ആരാധിക്കാനുള്ള ഫ്രീഡം ഉണ്ടായിരുന്നു. കമ്പോസിഷൻ ആൻഡ് സിംഗിങ് ഓഫ് ഡിവോഷണൽ സോങ് ഇൻ എ വെർനാക്കുലർ ലാംഗ്വേജ്. വെർനാക്കുലർ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഓരോ പ്രദേശത്തും ഓരോ ലാംഗ്വേജ് ഉണ്ടാവില്ലേ, അപ്പോൾ ആ പ്രദേശത്തെ ലാംഗ്വേജിൽ അവർക്ക് എന്ത് ചെയ്യാം, അവർക്ക് ഡിവോഷണൽ സോങ്സ് രചിക്കുകയും അതുപോലെ തന്നെ അത് സിംഗ് ചെയ്യുകയും ചെയ്യാനുള്ള ഫ്രീഡവും ഉണ്ടായിരുന്നു. ഇതാണ് മെയിനായിട്ടുള്ള ഭക്തി മൂവ്മെൻറ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഇനി ദ ഭക്തി മൂവ്മെൻറ്റ് എമേർജ് ആസ് എ പോപ്പുലർ മൂവ്മെൻറ്റ് ഇൻ തമിഴ്നാട്. തമിഴ്നാട്ടിൽ ഇത് വളരെ ജനകീയപരമായിട്ടുള്ള വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു മൂവ്മെൻ്റ് ആയിട്ടായിരുന്നു ഇത് എമർജ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ ആൾവാസ് ആൻഡ് നായനാസ് ട്രാവൽഡ് ഫ്രം പ്ലേസ് ടു പ്ലേസ് സിംഗിങ് ഡിവോഷണൽ സോങ്സ് ഇൻ വെർനാക്കുലർ ലാംഗ്വേജസ് വിച്ച് ഹെൽപ്ഡ് ഇൻ സ്പ്രെഡിങ് ഡിവോഷണൽ എമംഗ് പീപ്പിൾ. അതുപോലെ ഈ ആൾവാസും നായനാസും ഒക്കെ ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് ഇങ്ങനെ ഈ ഒരു പ്രാദേശിക ഭാഷകളിൽ ജനങ്ങൾക്കിടയിൽ ഇതിങ്ങനെ പാട്ട് പാടിക്കൊണ്ടും ആ ഒരു കീർത്തനങ്ങളും ഗീതങ്ങളും രചിച്ചുകൊണ്ടും അവർ നടന്നു. The composition of Bhakta poet had a great impact on the common people when evil practices and equality were dominated. അപ്പോൾ ഇത് എന്താ സംഭവിച്ചത്, ഇവരിങ്ങനെ പോയിട്ട് ഗീതങ്ങളെല്ലാം ആലപിക്കാനും അതുപോലെ തന്നെ ഒരു ദേശസഞ്ചാരം നടത്താനും തുടങ്ങിയതോടു കൂടിയിട്ട് അവിടെ ഉണ്ടായിരുന്ന അനാചാരങ്ങളും അസമത്വങ്ങളും ശക്തമായിട്ട് നിലനിന്നിരുന്ന ആ ഒരു കാലത്ത് ഇത് സാധാരണക്കാരായ ആളുകളിൽ ഒരുപാട് സ്വാധീനം ഉണ്ടാക്കാൻ കഴിഞ്ഞു. Then the meaningless customary practices that prevailed in the society were questioned. ഇത് സമൂഹത്തിൽ നിലനിന്നിരുന്ന ആചാരങ്ങളെ, ഒരുപാട് ആചാരങ്ങളുണ്ടായിരുന്നു അന്ന്. ജാതി വ്യവസ്ഥയും അതുപോലെ തന്നെ സദ്യ, ഒരുപാട് ആചാരങ്ങളുണ്ടായിരുന്നു. ഈ ആചാരങ്ങളെയും കാര്യങ്ങളെയും എല്ലാം ഇത് ചോദ്യം ചെയ്യപ്പെടാൻ തുടങ്ങി. എന്തിനാണിത് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെ കാര്യം, ഇതിൽ നിന്ന് നേട്ടം ഉണ്ടാകുന്നത് തുടങ്ങി ഒരുപാട് ചോദ്യങ്ങളും ഇവർ ചെയ്യപ്പെട്ടു. അവരുടെ ഗീതങ്ങളിലും അതുപോലെ തന്നെ കീർത്തനങ്ങളിലും ആ ഒരു ചോദ്യത്തിൻ്റെ ഒരു ത്വരയും നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നു. Irrespective of caste, all sections of the society were attracted to the Bhakti movement. അപ്പോൾ എന്താ ചെയ്തത്, ഇതെന്താണ്, ഈ ജാതിയുടെ ഇടയിൽ സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഭക്തി പ്രസ്ഥാനത്തിലേക്ക് വരാനുള്ള ഉള്ളിൽ ഒരു ആഗ്രഹം തോന്നുകയും ചെയ്തു. കാരണം അന്ന് നിലനിന്നിരുന്ന ഒരുപാട് കാര്യങ്ങൾക്ക് എതിരെ ഇവർ ശബ്ദം ഉയർത്തുകയും അതുപോലെ തന്നെ പ്രാദേശികമായിട്ട് അവർക്ക് ഇഷ്ടമുള്ള ദൈവത്തെ അവർക്ക് ആരാധിക്കാനും അവരെ ആലപിക്കാനും അവരെ പ്രകീർത്തിക്കാനും ഒക്കെ അവസരങ്ങൾ കിട്ടുകയാണ് അല്ലേ. അപ്പോൾ അവിടെ അവർക്ക് ഈ ഒരു പ്രസ്ഥാനത്തിലേക്ക് വരാൻ ഒരു ആഗ്രഹം തോന്നുകയാണ് ചെയ്യുന്നത്. ദ റൈറ്റിംഗ് ഓഫ് ആൾവാസ് ആൻഡ് നായനാസ് പോപ്പുലറൈസ്ഡ് ഹിന്ദുയിസം. ഈ ഒരു ആൾവാസിൻ്റെയും അതുപോലെ തന്നെ നായനാസിൻ്റെയും രചനകൾ, അവരുടെ എഴുത്ത് എന്ന് പറയുന്നത് എന്താണ്, ഹൈന്ദവ മതത്തെ, ഈ ഒരു ഹിന്ദുയിസത്തെ കൂടുതൽ ജനകീയമാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ മനുസ്ക്രിപ്റ്റ് ഓഫ് ദ തേവാരം ഫൗണ്ട് ഇൻ 1700 CE ഫ്രം ദ ശിവ ടെമ്പിൾ ഇൻ തമിഴ്നാട്. തമിഴ്നാട്ടിലെ മനുസ്ക്രിപ്റ്റിൽ നിന്നും കണ്ടെടുത്തിട്ടുള്ള ഒരു തേവാര കൃതിയുടെ കയ്യെഴുത്താണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ദ റൈറ്റിംഗ് ഓഫ് ദ ആവാസ് കെയിം ടു ബി നോൺ ആസ് എ
നാലായിരത്വ പ്രബന്ധം. While the writing of the Nayanas were titled to the തിരുമുറൈകൾ, many temples were also built during this period. ഇവിടെ എന്താണ്, നമ്മുടെ ആൾവാസിൻ്റെ റൈറ്റിങ്സിനെയൊക്കെ നമ്മൾ നാലായിരത്വ ദിവ്യപ്രബന്ധം എന്നും അതുപോലെ തന്നെ നമ്മുടെ നായനാഴ്സിൻ്റെ റൈറ്റിങ്സിനെ നമ്മൾ തിരുമുറൈകൾ എന്നുമാണ് അറിയപ്പെട്ടിരുന്നത്. അങ്ങനെയായിരുന്നു അവർക്ക് ടൈറ്റിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇക്കാലത്ത് തന്നെ ഒരുപാട് ക്ഷേത്രങ്ങൾ, ടെമ്പിൾസ് എല്ലാം ഒരുപാട് നിർമ്മിക്കപ്പെടുകയും ചെയ്തിരുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് ഭക്തി പ്രസ്ഥാനം, ഭക്തി മൂവ്മെൻറ്റ് ഇൻ സൗത്ത് ഇന്ത്യ. ഇനി അടുത്തത് പ്രോമിനൻ്റ് പോയറ്റ് ഓഫ് ദ ഭക്തി മൂവ്മെൻറ്റ്. ഭക്തി മൂവ്മെൻറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് പോയറ്റിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഒന്ന്, ഡിവോട്ടീസ് ഓഫ് എ വിഷ്ണു. വിഷ്ണുവിൻ്റെ ഭക്തർ, അവർ നമ്മൾ പറയുന്നത് ആൾവാർസ് എന്നാണ്. ഓക്കെ, ആൾവാർസ് എന്നാണ്. ഡിവോട്സ് ഓഫ് ശിവ, ശിവയുടെ ഭക്തന്മാരെ നമ്മൾ നായനാർസ് എന്നും പറയുന്നു. ഇനി ഡിവോട്ടീസ് ഓഫ് വിഷ്ണു എന്നതിൽ ആരൊക്കെയായിരുന്നു? ഒന്ന്, കുലശേഖര ആൾവാർ, അതുപോലെ തന്നെ പെരിയാൾവാർ, നമ്മാൾവാർ, ദെൻ ആണ്ടാൾ. ഓക്കെ, ഇവരായിരുന്നു പ്രധാനപ്പെട്ട പോയറ്റ് എന്ന് പറയുന്നത്. ഇനി നായനാഴ്സിലാണെങ്കിൽ കളരിക്കൽ അമ്മയാർ, അപ്പർ, സമ്പന്തർ, സുന്ദരർ, മാണിക്കവാസങ്കർ. ഓക്കെ, ഇവരായിരുന്നു പ്രധാന കവികൾ, പോയറ്റ് എന്ന് പറയുന്നത്. ഇനി ഇവിടെ ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. മേക്ക് എ നോട്ട് ഓൺ ദ ചേഞ്ചസ് ദാറ്റ് സൗത്ത് ഇന്ത്യ ഭക്തി മൂവ്മെൻറ്റ് ബ്രോട്ട് അബൌട്ട് ഇൻ ദ സോഷ്യൽ സിസ്റ്റം. ഈ ഒരു സൗത്ത് ഇന്ത്യയിൽ അന്നത്തെ സാമൂഹികമായിട്ടുള്ള സോഷ്യൽ സിസ്റ്റത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഈ ഒരു ഭക്തി മൂവ്മെൻറ്റ് കൊണ്ട് കൊണ്ടുവരാൻ കഴിഞ്ഞത്, ഒരു നോട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് എഴുതാം. അന്നത്തെ ജാതി വ്യവസ്ഥയും അന്നത്തെ നിലനിന്നിരുന്ന അനാചാരങ്ങൾക്കെതിരെയും ഒക്കെ പോരാടാനൊക്കെ കഴിഞ്ഞു. അതുപോലെ തന്നെ അന്നത്തെ ഈ ഒരു പോയറ്റ് എന്ന് പറയുന്നത് എന്താ ഉണ്ടായത്, ദ പോയറ്റ് എപ്പോഴും ഈ ഒരു സാധാരണക്കാർക്ക് വേണ്ടിയിട്ടായിരുന്നു നിലനിന്നിരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ബാക്കിയുള്ള എല്ലാ അനാചാരങ്ങൾക്കെതിരെയും അവർ ശബ്ദം ഉയർത്തുകയും ഒക്കെ ചെയ്തിരുന്നു. അതൊക്കെയാണ് ഇവിടെ നിങ്ങൾ എഴുതേണ്ടത്. Then the Bhakti movement gradually started spreading to different parts of India. ഇത് ഭക്തി മൂവ്മെൻറ്റ് പതുക്കെ നമ്മുടെ സൗത്ത് ഇന്ത്യ മാത്രമല്ല മറ്റുള്ള പ്രദേശങ്ങളിലേക്കും സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങി. ലെറ്റ്സ് ഗെറ്റ് ടു നോ ദ പ്രൊപ്പഗേറ്റർ ഓഫ് ഭക്തി മൂവ്മെൻറ്റ് ഇൻ ഡിഫറെൻറ്റ് റീജിയൻ. ഓരോ പ്രദേശങ്ങളിലെയും ഭക്തി മൂവ്മെൻറ്റിൻ്റെ പ്രൊപ്പഗേറ്റേഴ്സ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരുന്നു. നമുക്ക് അവരെയൊക്കെ ഒന്ന് നോക്കാം, പരിചയപ്പെടാമെന്നാണ് പറയുന്നത്. ഫസ്റ്റ് വൺ, ബാസവണ്ണ ഫിലാന്ത്രോപ്പിസ്റ്റ് ഓഫ് കന്നഡ ദേശത്തെ ഒരു ഫിലാന്ത്രോപ്പിസ്റ്റ് എന്ന് പറഞ്ഞാൽ മനുഷ്യസ്നേഹിയാണ് ഈ ഒരു ബാസവണ്ണ എന്ന് പറയുന്നത്. ഓക്കെ, അറ്റാച്ച്ഡ് ബിലോ ദ ഡെപിക്ഷൻ ഓഫ് ദ ഡിസ്കഷൻ ദാറ്റ് took place in the Anubhava Mandapam, the form set by Basavanna, note the figure. താഴെ നമുക്കൊരു ചിത്രം തന്നിട്ടുണ്ട്. ഈ ഒരു ചിത്രത്തിൽ ഈ ഒരു ബാസവണ്ണ ഉണ്ടാക്കിയിട്ടുള്ള ഒരു അനുഭവ മണ്ഡപം പറഞ്ഞാൽ അവിടെ ഒരു ഡിസ്കഷൻ നടക്കുന്ന ഒരു പ്ലേസ് ആണ്. അതിൻ്റെ പിക്ചറാണ് താഴെ തന്നിട്ടുള്ളത്. ഓക്കെ, താഴെ തന്നിട്ടുണ്ട്. ഇവിടെ ഓരോരുത്തരും ഓരോ ഡയലോഗൊക്കെ പറയുന്നുണ്ട് അല്ലേ. ബാസവണ്ണാസ് ഡിസ്കഷൻ വിത്ത് ദ പീപ്പിൾ ഇൻ അനുഭവ മണ്ഡപം. ഇത് ആളുകളുമായിട്ട് ഡിസ്കഷൻ നടത്തുന്ന ഒരു മണ്ഡപമാണ്. ഓക്കെ, ദെൻ ഇവിടെ തന്നിട്ടുണ്ട് എന്താണ് അനുഭവ മണ്ഡപം എന്ന് കറക്റ്റായിട്ട്. അനുഭവ മണ്ഡപം വാസ് spiritual forum founded by Basavanna in the 12th century. 12ാം നൂറ്റാണ്ടിലെ ബാസവണ്ണ സ്ഥാപിച്ച ഒരു ആത്മീയപരമായിട്ടുള്ളൊരു വേദിയാണ് ഈ ഒരു അനുഭവ മണ്ഡപം എന്ന് പറയുന്നത്. അല്ലമ പ്രഭു ആൻഡ് അക്ക മഹാദേവി ലെഡ് ദ ഡിസ്കഷൻസ് ഇൻ ദ അനുഭവ മണ്ഡപം. അപ്പോൾ ഈ ഒരു അല്ലമ പ്രഭുവും അക്ക മഹാദേവിയും ഇവരായിരുന്നു ഈ ഒരു അനുഭവ മണ്ഡപത്തിലെ എല്ലാ ഡിസ്കഷൻസിനും നേതൃത്വം വഹിച്ചിരുന്നത്. അവരായിരുന്നു അത് ലീഡ് ചെയ്തിരുന്നത്. ഓക്കെ, ദെൻ everyone was allowed to participate in the discussion irrespective of caste and gender. എല്ലാ ആളുകൾക്കും ഈ ഒരു അനുഭവ മണ്ഡപത്തിലേക്ക് ഡിസ്കഷനിൽ പങ്കെടുക്കാൻ വരാവുന്നതാണ്. People used to come അനുഭവ മണ്ഡപം for spiritual discussion and a renewal of knowledge. ആളുകൾ ഇങ്ങോട്ട് വന്നിരുന്നത് എന്തിനൊക്കെയായിരുന്നു? ഒന്ന്, സ്പിരിച്വൽ ഡിസ്കഷൻ ആയിരുന്നു, ആത്മീയപരമായിട്ടുള്ള ചർച്ചക്കായിരുന്നു. അതുപോലെ തന്നെ റിന്യൂവൽ ഓഫ് നോളജ്,
അറിവുകളെ പുതുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അതോ കുറച്ച് എന്തെങ്കിലും അതിനെക്കുറിച്ച് നോളജ് ഉണ്ടായിരിക്കും, പക്ഷേ അതിൽ കൂടുതൽ ഡീപ്പായിട്ടൊന്നും അറിയില്ല. പക്ഷേ അത്തരത്തിലുള്ള സാഹചര്യങ്ങളിലും ജനങ്ങൾ ഇങ്ങോട്ട് വന്നിരുന്നു. ദ ഐഡിയാസ് ദാറ്റ് എമേർജ് ഇൻ ദ ഡിസ്കഷൻ വേർ എ കൺവേർഡ് ടു ദ പീപ്പിൾ ഇൻ ദ നെയിം ഓഫ് വചനാസ്. ഈ ഡിസ്കഷനിൽ ഉയർന്നു വന്നിട്ടുള്ള ആശയങ്ങളെയായിരുന്നു നമ്മൾ വചനങ്ങൾ എന്ന പേരിൽ അല്ലെങ്കിൽ വചനാസ് എന്ന പേരിൽ ജനങ്ങളിൽ പകർന്നു കൊടുത്തിരുന്നത്. അപ്പോൾ ഇതായിരുന്നു അനുഭവ മണ്ഡപം എന്ന് പറയുന്നത്. ഇപ്പോൾ കൂട്ടുകാർ നോട്ട് ചെയ്യുക, ഇത് ചിലപ്പം എക്സാമിനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ദെൻ ലിസ്റ്റ് ഔട്ട് ദ കീ ഫീച്ചേഴ്സ് ഓഫ് ദ സോഷ്യൽ കണ്ടീഷൻ ഡ്യൂറിങ് ദാറ്റ് പീരീഡ്. ഇതിൽ നിന്നും അക്കാലത്ത് ഉണ്ടായിരുന്നുള്ള സോഷ്യൽ കണ്ടീഷൻസിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തൊക്കെയാണ് മനസ്സിലായത്? കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ എക്സിസ്റ്റഡ്, ജാതീയ വിവേചനങ്ങൾ നിലനിന്നിരുന്നു എന്ന് മനസ്സിലാക്കാൻ പറ്റും അല്ലേ. അതുപോലെ തന്നെ എന്തൊക്കെ പറ്റും നമുക്ക്? ജാതീയമായിട്ടുള്ള വിവേചനങ്ങൾ നിലനിന്നിരുന്നു. അതുപോലെ തന്നെ സാമൂഹികമായിട്ടുള്ള പ്രശ്നങ്ങൾ നിലനിന്നിരുന്നു. സാമ്പത്തികപരമായിട്ടുള്ള അടിത്തട്ടുകൾ നിലനിന്നിരുന്നു എന്നൊക്കെ നമുക്കിതിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റും. ദെൻ ബാസവണ്ണ വാസ് എ ഫിലോസഫർ. ബാസവണ്ണ എന്ന് പറയുന്നത് ഒരു ഫിലോസഫർ ആയിരുന്നു. അതുപോലെ തന്നെ സോഷ്യൽ റിഫോമർ ആയിരുന്നു. ആൻഡ് പോയറ്റ് ഹു ലിവ്ഡ് ഇൻ കന്നഡ ദേശ ഇൻ ദ 12th century. അദ്ദേഹം 12ാം നൂറ്റാണ്ടിൽ കന്നഡ ദേശത്ത് ജീവിച്ചിരുന്ന ഒരു വ്യക്തി കൂടെയായിരുന്നു. ഹി ഡിസൈഡഡ് ടു മേക്ക് പീപ്പിൾ അവെയർ ഓഫ് ദ സോഷ്യൽ ആൻഡ് റിലീജിയസ് ഡിസ്ക്രിമിനേഷൻ ദാറ്റ് എക്സിസ്റ്റഡ് ഇൻ ദ സൊസൈറ്റി ആൻഡ് എൻഡേർഡ് ടു വൈപ്പ് ദം ഔട്ട്. അദ്ദേഹം അന്ന് നിലനിന്നിരുന്ന സാമൂഹികമായിട്ട് നിലനിന്നിരുന്ന അല്ലെങ്കിൽ മതപരമായിട്ട് നിലനിന്നിരുന്ന വിവേചനങ്ങൾക്കെതിരെ ജനങ്ങൾക്ക് എന്തൊക്കെയാണോ അവിടെ ഉണ്ടായിരുന്നത്, എന്തൊക്കെയാണോ അവിടുത്തെ പ്രശ്നങ്ങൾ എന്നത് മനസ്സിലാക്കി കൊടുക്കാനാണ് അദ്ദേഹം ആദ്യം ഡിസൈഡ് ചെയ്തത്. അതുപോലെ തന്നെ ബാസവണ്ണ പുട്ട് ഫോർവേഡ് എ വിഷൻ ബേസ്ഡ് ഓൺ ഫ്രീഡം, ഇക്വാളിറ്റി ആൻഡ് സോഷ്യൽ ജസ്റ്റിസ്. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള എല്ലാ സോഷ്യൽ ജസ്റ്റിസും ഈക്വാലിറ്റീസും ഇവർക്ക് കിട്ടാത്ത ഫ്രീഡവും എല്ലാം തുടച്ചു നീക്കി അവിടെ സാമൂഹികമായിട്ടുള്ള ഈക്വാലിറ്റി കൊണ്ടുവരണമെന്നും അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ വിഷൻ എന്ന് പറയുന്നത്. തോട്ട് ദ വീരശൈവ മൂവ്മെൻറ്റ് ഫൗണ്ടഡ് ബൈ ഹിം. അങ്ങനെയാണ് അദ്ദേഹം ഒരു വീരശൈവ എന്ന പ്രസ്ഥാനം മുന്നോട്ട് വെക്കുന്നത്. എന്തിനാണ്? ഹി കോഓർഡിനേറ്റഡ് ദീസ് ഐഡിയാസ്. ദ മേജർ ആക്ടിവിറ്റീസ് ഓഫ് വൈരശിവ മൂവ്മെൻറ്റ് ആർ ഗിവൺ ബിലോ. ഇപ്പോൾ പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിൻ്റെ എല്ലാ ഐഡിയാസിനെയും കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു അദ്ദേഹം വീരശൈവ എന്ന ഒരു മൂവ്മെൻറ്റ് മുന്നോട്ട് വെച്ചത്. എന്തൊക്കെയാണ് അതിൽ പറയുന്നത്? വീരശൈവ എന്ന മൂവ്മെൻറ്റിൽ പറയുന്ന മെയിനായിട്ടുള്ള ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് ബ്രാഹ്മണിക്കൽ സുപ്രീമസി ആൻഡ് ഒതൻറ്റിസിറ്റി ഓഫ് ദ വേദാസ് വേർ ക്വസ്റ്റ്യൻഡ്. അന്ന് നിന്നിരുന്ന ബ്രാഹ്മണിക്കൽ സുപ്രീമസി, അതാ ബ്രാഹ്മണന്മാരാണ് വലുത് അല്ലെങ്കിൽ അവരുടെ മേധാവിത്വം വേദങ്ങളുടെ അതിൻ്റെയും അതുപോലെ തന്നെ വേദങ്ങളുടെ ആ ഒരു ഒതൻറ്റിസിറ്റിയെയും അദ്ദേഹം ക്വസ്റ്റ്യൻ ചെയ്തു. പീപ്പിൾ വെർ എഡ്യൂക്കേറ്റഡ് എഗെയിൻസ്റ്റ് കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ ആൻഡ് ഡിസ്ക്രിമിനേഷൻ എഗെയിൻസ്റ്റ് വുമൻ. എന്താണ്? അന്ന് നിന്നിരുന്ന ജാതി വിവേചനത്തിനെതിരെയും സ്ത്രീകൾക്കെതിരെയുള്ള വിവേചനത്തിനെതിരെയും ജനങ്ങളെ അദ്ദേഹം ബോധവൽക്കരിച്ചു. എഡ്യൂക്കേറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ അദ്ദേഹം ജനങ്ങളെ ബോധവൽക്കരിച്ചു എന്നാണ് അർത്ഥം. മോണോദൈസം വാസ് എൻകറേജ്ഡ്. അന്ന് ഏകദൈവ വിശ്വാസത്തെ അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചിരുന്നു. കൺവീനിയൻസ്ഡ് ദ പീപ്പിൾ അബൌട്ട് ദ ഗ്രേറ്റ്നെസ് ഓഫ് വർക്ക് ആൻഡ് ലേബർ. അതുപോലെ തൊഴിലിൻ്റെയും അധ്വാനത്തിൻ്റെയും മഹത്വം എത്രത്തോളമാണെന്ന് അദ്ദേഹം ജനങ്ങളെ ബോധ്യപ്പെടുത്തി. ഈ ഒപ്പോസ്ഡ് ചൈൽഡ് മാരേജ് ആൻഡ് എൻകറേജ്ഡ് മാരേജ് ആഫ്റ്റർ പ്യൂബർട്ടി ആൻഡ് വിഡോ റീമാരേജ്. അദ്ദേഹം ഈ ചൈൽഡ് മാരേജിനെയും എതിർക്കുകയും പ്രായപൂർത്തി വിവാഹം, വിധവാ പുനർവിവാഹം എന്നിവയെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിരുന്നു. ഓക്കെ, ഇനി ഇവിടെ പിക്ചർ തന്നിട്ടുണ്ട്. സ്റ്റാച്യു ഓഫ് ബാസവണ്ണ എറക്റ്റഡ് അറ്റ് ബാസവ കല്യാൺ, കർണാടക. കർണാടകയിലെ ബാസവ കല്യാണിൽ സ്ഥാപിച്ചിട്ടുള്ള ബാസവണ്ണയുടെ ഒരു പ്രതിമ, ഒരു സ്റ്റാച്യു ആണ് ഇവിടെ തന്നിട്ടുള്ളത്. ദെൻ ബാസവണ്ണാസ് മെസ്സേജ് ഹൈലൈറ്റിംഗ് ഹ്യൂമനിസം ആൻഡ് ഈക്വാലിറ്റി. ബാസവണ്ണയുടെ ഈ ഒരു അദ്ദേഹത്തിൻ്റെ മെസ്സേജ് എന്ന് പറയുന്നത് എന്തായിരുന്നു? ഹ്യൂമനിസവും ഈക്വാലിറ്റിയുമായിരുന്നു അല്ലേ. ഇഫ് തോട്ട് ആൻഡ് ആക്ഷൻ ആർ ഗുഡ് ദ നേഷൻ വിൽ പ്രൊപ്പോസ്. ചിന്തയും പ്രവൃത്തിയിലും നന്നായാൽ തന്നെ ആ ഒരു രാഷ്ട്രം എന്താണ്? നല്ല ഉയർച്ചയിലേക്ക് എത്തുമെന്ന് അദ്ദേഹം പറയുന്നു. ഓൾ ഹ്യൂമൻ ബീയിങ് ഹാവ് ഈക്വൽ റൈറ്റ്സ് ഇറസ്പെക്റ്റീവ് ഓഫ് കാസ്റ്റ്. ഏത് ജാതിയിൽപ്പെട്ട ആളുകളായിക്കോട്ടെ, മനുഷ്യർക്കെല്ലാവർക്കും ഒരേ ഹാവ് ഈക്വൽ റൈറ്റ്സ് ആണെന്നാണ് അദ്ദേഹം പറയുന്നത്. എല്ലാവർക്കും തുല്യമായിട്ടുള്ള അവകാശമാണ്.
ഇൻ്റർമീഡിയറീസ് ആർ നോട്ട് റിക്വയർഡ് ടു വർഷിപ്പ് ഗോഡ്. ഒരു ഈശ്വരനെ നമുക്ക് ആരാധിക്കണമെങ്കിൽ അതിൻ്റെ ഇടയിൽ ഒരു ഇടനിലക്കാരൻ എന്ന രീതിയിൽ ആവശ്യമൊന്നുമില്ല. നമുക്ക് ഡയറക്റ്റ് ദൈവത്തിനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാമെന്നാണ് പറയുന്നത്. ദർ ഈസ് നോ റീബർത്ത്, ലീവ് ദിസ് ലൈഫ് ബ്ലിസ്ഫുള്ളി എന്നാണ്. നമുക്ക് വീണ്ടും ഒരു ബർത്ത്, പുനർജന്മം എന്ന് പറയുന്ന ഒന്നില്ല. ഈ ജന്മം നമ്മൾ ധന്യമായിട്ടും വളരെ സന്തോഷത്തോടു കൂടിയിട്ടും ജീവിക്കുക. ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാനമായിട്ടുള്ള മെസ്സേജുകൾ എന്ന് പറയുന്നത്. ഇനി ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. ദ വൈരശിവ മൂവ്മെൻറ്റ് ക്വസ്റ്റ്യൻ ദ കാസ്റ്റ് സിസ്റ്റം ആൻഡ് ഇൻഇക്വാലിറ്റീസ്, ഇവാലുവേറ്റ് ദിസ് സ്റ്റേറ്റ്മെൻറ്റ്. ഈ ഒരു വീരശൈവ പ്രസ്ഥാനം ജാതി വ്യവസ്ഥയെയും അസമത്വങ്ങളെയും ചോദ്യം ചെയ്തിരുന്നു. എന്താണ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? ശരിയാണല്ലേ, വളരെയധികം ചോദ്യം ചെയ്തിരുന്നു. അദ്ദേഹം അതിനൊക്കെ എതിരായിരുന്നു. ജാതി വ്യവസ്ഥക്കും അതുപോലെ തന്നെ അന്ന് സമൂഹത്തിൽ നിലനിന്നിരുന്ന ശൈശവിവാഹം, അതുപോലെ തന്നെ വിധവ പുനർവിവാഹം ചെയ്യാൻ പാടില്ല, അത്തരത്തിലുള്ള എല്ലാ കൺസെപ്റ്റുകൾക്കെതിരെയും അദ്ദേഹം എതിരായിട്ട് അതിനെ ചോദ്യം ചെയ്യുകയും അതൊക്കെ ഈ ഒരു സമൂഹത്തിൽ നിന്ന് ഇല്ലാതാക്കണമെന്ന ആഗ്രഹവുമായിട്ടായിരുന്നു അദ്ദേഹം ഈ ഒരു പ്രസ്ഥാനം തന്നെ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതാണ് നിങ്ങൾക്ക് അവിടെ എഴുതേണ്ടത്. നമ്മളിപ്പോൾ ഈ ചാപ്റ്ററിൻ്റെ എക്സ്പ്ലനേഷനാണ് പറഞ്ഞു പോകുന്നത്. ഇനി ഇതൊക്കെ ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സൊക്കെ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നമ്മൾ വേറൊരു വീഡിയോ അപ്ലോഡ് ചെയ്ത് തരുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം. കബീർ, പ്രൊപ്പഗേറ്റർ ഓഫ് ഹ്യൂമൻ ഹാർമണി. എന്താണ് കബീർ എന്ന അടുത്ത ഒരു വ്യക്തിയെ കുറിച്ചിട്ടാണ്. മാനവ മൈത്രിയുടെ പ്രചാരകൻ എന്നാണ് പറയുന്നത്. റീഡ് ദീസ് ലൈൻസ്. ഇവിടെ താഴെ കുറച്ച് ലൈൻസ് തന്നിട്ടുണ്ട്. ദ ആൾമൈറ്റി ഈസ് നോൺ ബൈ മെനി നെയിംസ് ലൈക്ക് അള്ളാഹ്, റാം, കരീം, കേശവ്, ഹരി, അസ്ര. ദെൻ ആർ ഇൻ ദ ബാങ്കിൾ ആൻഡ് റിങ്സ് നത്തിങ് ബട്ട് ഫോംസ് ഓഫ് ഗോൾഡ്. വെറൈറ്റി ലൈസ് ഇൻ നെയിംസ് വി കോൾ ദം. എന്താണ് പറയുന്നത്? അള്ളാഹ്, അതുപോലെ തന്നെ രാമൻ, കരീം, കേശവ, ഹരി, അസ്രത്ത് എന്നിങ്ങനെ ദൈവത്തിന് പല പേരുകളുണ്ട്. ഇപ്പോൾ പൊന്നുരുക്കി തരാം, പൊന്നുരുക്കി ആ ഒരു പണിതിട്ട് നമ്മൾ വളകൾ, മോതിരം എല്ലാം ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ എല്ലാം എന്താണ്? പൊന്ന് തന്നെയാണ്. അതുപോലെ തന്നെയാണ് ദൈവത്തിൻ്റെ കാര്യവും. നമ്മൾ പല പദങ്ങളിൽ അദ്ദേഹത്തെ വിളിക്കുന്നു, ദൈവത്തെ വിളിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്നാണ് പറയുന്നത്. ഓക്കെ, these are the lines by Kabir, propagator of the Bhakti movement, who lived in northern India, present day Uttar Pradesh, in the 15th century. 15ാം നൂറ്റാണ്ടിൽ വടക്കേ ഇന്ത്യയിലെ ഇന്നുള്ള ഉത്തർപ്രദേശിൽ ജീവിച്ചിരുന്ന ഒരു ഭക്തി പ്രൊപ്പഗേറ്ററാണ് നമ്മുടെ കബീർ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ വരികളാണ് ഇവിടെ തന്നിട്ടുള്ളത്. കബീർ പ്രൊപ്പഗേറ്റഡ് ഹിസ് ഐഡിയാസ് ത്രൂ സച്ച് ഹൈമൻസ് നോൺ ആസ് ദോഹാസ്. കബീർസ് ദോഹാസ് were very popular with the masses as he composed his rhymes in a language that common people could understand. ദോഹകൾ എന്നറിയപ്പെടുന്ന ഇദ്ദേഹത്തിൻ്റെ ഈ കീർത്തനങ്ങൾ, കബീറിൻ്റെ ഈ ഒരു കീർത്തനങ്ങളെ ദോഹ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ ദോഹകൾ എന്നറിയപ്പെടുന്ന ഇത്തരം ഒരു കീർത്തനങ്ങളെ കബീർ തൻ്റെ ആശയങ്ങളെ പ്രചരിപ്പിക്കാൻ വേണ്ടിയായിരുന്നു അദ്ദേഹം രചിച്ചിട്ടുണ്ടായിരുന്നത്. അതും സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ വളരെ ലളിതമായിട്ടായിരുന്നു അദ്ദേഹം ആലപിക്കുകയും രചിക്കുകയും ചെയ്തിരുന്നത്. കബീർ സ്റ്റുഡ് ഫോർ ഹിന്ദു മുസ്ലിം യൂണിറ്റി ആൻഡ് ബ്രദർഹുഡ്. അദ്ദേഹം ഹിന്ദു മുസ്ലിം സാഹോദര്യത്തിന് വേണ്ടി പ്രവർത്തിച്ചിരുന്ന ഒരു ആളുകൂടെയായിരുന്നു. ഹി റിമൈൻഡഡ് ദാറ്റ് ദ ഹിന്ദുയിസം ആൻഡ് മുസ്ലിംസ് ആർ ടു വെസൽസ് മെയ്ഡ് ഓഫ് ദ സെയിം സോയിൽ. ഒരേ കല്ലുകൊണ്ടുണ്ടാക്കിയ രണ്ട് വെസൽസിനെ പോലെയാണ് ഹിന്ദു മുസ്ലിം എന്ന് പറയുന്നത് എന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഹി ആർഗ്യൂഡ് ദാറ്റ് കാസ്റ്റ് സിസ്റ്റം, അൺടച്ചബിലിറ്റി, റിലീജിയസ് റിച്വൽസ്, പോസ്റ്റ് ബർത്ത് റൈറ്റ്സ്, ഐഡിയ വർക്ക്ഷിപ്പ് എക്സെട്ര. അദ്ദേഹം ഇത്തരത്തിലുള്ള എല്ലാ സോഷ്യൽ ലെവൽസിനെതിരെയും അദ്ദേഹം പ്രതികരിച്ചിരുന്നു. എന്തൊക്കെയാണ്? കാസ്റ്റ് സിസ്റ്റം, അൺടച്ചബിലിറ്റി, തൊട്ടുകൂടായ്മ, അല്ലേ, റിലീജിയസ് ആയിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ, പൂജകൾ, മരണാനന്തരമായിട്ടുള്ള ഒരുപാട് ആവശ്യമില്ലാത്ത ചടങ്ങുകൾ, അത്തരത്തിലുള്ള എല്ലാത്തിനെതിരെയും അദ്ദേഹം ശബ്ദമുയർത്തിയിരുന്നു. കബീർ ക്രിറ്റിസൈസ്ഡ് ഓൾ കൈൻഡ്സ് ഓഫ് ഡിസ്ക്രിമിനേഷൻ ബേസ്ഡ് ഓൺ കാസ്റ്റ്, റിലീജിയൻ, ലെഗസി, വെൽത്ത് എക്സെട്ര. അതുപോലെ തന്നെ കളറിനെതിരെയും ജാതിയുടെ എതിരെയും മതത്തിൻ്റെ പേരിലെയും ഉണ്ടായിരുന്ന എല്ലാ ഡിസ്ക്രിമിനേഷനെതിരെയും അദ്ദേഹം വിമർശനം നടത്തിയിരുന്നു. കബീർസ് തോട്ട് ആൻഡ് ആക്ടിവിറ്റീസ് വെർ ഇമ്മേഴ്സ്ലി ഇൻഫ്ലുവൻസ്ഡ് ബൈ ഭക്തി സൂഫി ഐഡിയാസ്. ഈ ഒരു അദ്ദേഹത്തിൻ്റെ തോട്ടും ഈ ഒരു ആക്ടിവിറ്റീസും ഒക്കെയാണ് ഭക്തി സൂഫി ഐഡിയാസിലേക്ക് ജനങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്തത് എന്നാണ് പറയുന്നത്. ഹി റിജക്റ്റഡ് എ റിലീജിയസ് ട്രഡീഷൻസ് കംപ്ലീറ്റ്ലി. അദ്ദേഹം റിലീജിയസ് ആയിട്ടുള്ള എല്ലാ ട്രഡീഷനെയും അദ്ദേഹം റിജക്റ്റ് ചെയ്തിരുന്നു. ഹി ഓൾസോ ഇഗ്നോർഡ് ദ
എക്സ്റ്റേണൽ റിച്വൽസ് ഓഫ് റിലീജിയസ്. എക്സ്റ്റേണൽ ആയിട്ടുള്ള കാര്യങ്ങൾക്കെതിരെയും അദ്ദേഹം അതൊക്കെ ഒഴിവാക്കണമെന്നുള്ള ഒരു അഭിപ്രായമായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. കബീർ, who believed in formals God, propagated bhakti as a means of salvation. അദ്ദേഹം പറയുന്നത് എന്താണ്, ദൈവത്തിൽ വിശ്വസിച്ചിരുന്ന കബീർ, അദ്ദേഹം ദൈവത്തിൽ വളരെയധികം വിശ്വസിച്ചിരുന്നു. ഭക്തിയെ ഒരു മോശമാർഗം, സാൽവേഷനായിട്ടുള്ള ഒരു കാര്യമായിട്ടായിരുന്നു അദ്ദേഹം പ്രചരിപ്പിച്ചിരുന്നത്. Then Kabir traveled from place to place with his disciples to spread his ideas. Read some of his experience during such travels. എന്താണ്, ഈ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം തൻ്റെ ശിഷ്യരോടൊപ്പം നാടുകൾ തോറും നടന്നിരുന്നു. അദ്ദേഹം അങ്ങനെ ഉണ്ടായ ഒരു എക്സ്പീരിയൻസ് ആണ് താഴെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, വൺസ് കബീർ ഇൻക്വയർഡ് ഓഫ് എ ഗ്രേവിംഗ് വില്ലേജ്. ഞാനിതിൻ്റെ ഒരു ഓവറോൾ എന്താണ് പറയുന്നത് എന്ന് പറഞ്ഞു തരാം, കാരണം വീഡിയോ ഒരുപാട് ലെങ്തി ആവുകയാണ്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇവിടെ പറയുന്നത്, ഒരിക്കലും ദുഃഖിതനായിട്ടുള്ള ഒരു ഗ്രാമമുഖ്യനോട് കബീർ കാരണം അന്വേഷിച്ചു, എന്താണ് നിങ്ങളിങ്ങനെ ദുഃഖിച്ചിരിക്കുന്നത് എന്ന്. അപ്പോൾ അയാൾ പറഞ്ഞു, കർമ്മഫലം അല്ലാതെ എന്തു പറയാൻ, വസൂരി കാരണം ആളുകൾ മരിച്ചു വീഴുന്നു, പരിഹാരമായിട്ട് ഒരു മന്ത്രവാദം നടത്തണമെന്ന് അദ്ദേഹം പറയാണ്. അപ്പോൾ കബീർ പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, രോഗശാന്തിക്ക് മന്ത്രവാദമോ? മന്ത്രവാദം കൊണ്ട് ഇതൊന്നും നേടാൻ കഴിയില്ല, ചികിത്സ കൊണ്ട് രോഗം ഭേദമാകൂ എന്ന് കബീർ പറഞ്ഞു. മറ്റൊരിക്കൽ കബീറിനും കൂട്ടുകാർക്കും ആളുകൾ ഉപഹാരങ്ങൾ നൽകാൻ തുടങ്ങി. അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ നെയ്ത്തുകാരും ലോഹപ്പണിക്കാരും മരം കടയുന്നവരും കൃഷിക്കാരും ചെരുപ്പ് കുത്തുന്നവരും ഒക്കെയാണ്, തൊഴിൽ ചെയ്തവരാണ് ഞങ്ങൾ ജീവിക്കുന്നത്, ഞങ്ങൾക്ക് ഒരു ഉപകാരത്തിൻ്റെയും ആവശ്യമൊന്നുമില്ല എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. ഓക്കെ, അപ്പോൾ ഇവിടെ തന്നിട്ടുള്ളത് കബീർ ആൻഡ് ഹിസ് ഡിസിപ്ലിൻസ് വിത്ത് ദ വില്ലേജ് ഷെഫ്ലൈൻ. ഓക്കെ, അദ്ദേഹം കബീറും തൻ്റെ ശിഷ്യന്മാരും ഒരു ഗ്രാമമുഖ്യൻ്റെ കൂടെയാണ്. ഇനി അടുത്തത്, യു ഹാവ് റീഡ് ദ കബീർസ് ദോഹ ആൻഡ് സ്റ്റോറീസ് ആഡ് യു ഫൈൻഡിങ് ബിലോ. നിങ്ങൾ കബീറിൻ്റെ ദോഹ പറഞ്ഞാൽ ലൈൻസ്, അതുപോലെ തന്നെ ഈ കഥയും വായിച്ചു. നിങ്ങൾ കണ്ടെത്തിയ കാര്യങ്ങൾ കൂട്ടിച്ചേർക്കാനാണ്. പീപ്പിൾ കോൾ ഗോഡ് ബൈ ഡിഫറെൻറ്റ് നെയിംസ്, അല്ലേ? ജനങ്ങൾ ഒരു ദൈവം എന്ന് പറയുന്ന ഒന്നേ ഉള്ളൂ, അതിനെ ഒരുപാട് പേരിൽ വിളിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ തന്നെ കബീർ മെയ്ഡ് പീപ്പിൾ തിങ്ക് അഗെയിൻസ്റ്റ് എ സൂപ്പർസിഷൻസ്. അദ്ദേഹം ജനങ്ങളെ അന്ധവിശ്വാസങ്ങൾക്കെതിരെ അതിനെതിരെ ചിന്തിക്കാനുള്ള ഒരു പ്രേരണ അദ്ദേഹം നൽകുകയും ചെയ്തു. അതുപോലെ അടുത്ത എന്താ, ഈ എഗെയിൻസ്റ്റ് ദ സോഷ്യൽ എവിൾസ് ലൈക്ക് അൺടച്ചബിലിറ്റി, പിന്നെന്തൊക്കെയാണ്, ചൈൽഡ് മാരേജ്, അതിനൊക്കെ ആയിട്ട് അദ്ദേഹം എഗെയിൻസ്റ്റ് ആയിരുന്നു എന്നൊക്കെ എഴുതാം. Then ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ടു വാട്ട് എക്സ്റ്റെൻറ്റ് ഡിഡ് കബീർസ് ഐഡിയാസ് ഹാവ് ടു പ്രൊമോട്ട് ഇക്വാലിറ്റി ആൻഡ് റിലീജിയസ് ഹാർമണി എമംഗ് ദ പീപ്പിൾ, ഓർഗനൈസ് എ ഡിസ്കഷൻ. ജനങ്ങൾക്കിടയിൽ ഒരു സമത്വ ചിന്തയും ഒരു മതപരമായിട്ടുള്ള സൗഹാർദ്ദവും വളർത്താൻ കബീറിൻ്റെ ആശയങ്ങൾക്ക് എത്രത്തോളം സാധിച്ചു എന്ന് നിങ്ങളൊരു ചർച്ച സംഘടിപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയാണോ തോന്നിയിട്ടുള്ളത് ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ ചർച്ചയിൽ പറയാം. അടുത്തത് നമുക്ക് ഗുരുനാനക് ലവ് ആൻഡ് ബ്രദർഹുഡ്. ഗുരുനാനക് സ്നേഹവും സാഹോദര്യവും എന്ന വിഷയത്തിൽ ആണ്. അപ്പോൾ അടുത്ത ഒരു പ്രൊപ്പഗേറ്ററാണ് ഗുരുനാനക് എന്ന് പറയുന്നത്. ഇവിടെ ഗുരുനാനക്കിൻ്റെ ഒരു സ്റ്റോറി തന്നിട്ടുണ്ട്, ഞാനൊന്നും പറഞ്ഞു തരാം മലയാളത്തിൽ എന്താണെന്നുള്ളത്. ഗുരുനാനക്കും അതുപോലെ തന്നെ ബായ് മർഡാനയും ഒരിക്കൽ സജൻ തഗിൻ്റെ സത്രത്തിൽ വിശ്രമിക്കാനെത്തി. അവിടെ വരുന്നവരെ കൊള്ളയടിക്കുന്ന സ്വഭാവം അയാൾക്കുണ്ടായിരുന്നു. ഇത് മനസ്സിലാക്കിയ ഗുരുനാനക്ക് രാത്രി വിശ്രമിക്കാൻ തയ്യാറായില്ല. പകരം അവർ ഗുരുനാനക് തന്നെ രചിച്ച പ്രാർത്ഥനാഗാനങ്ങളായ ഷാബാദ് ആലപിക്കാൻ തുടങ്ങി. മറ്റുള്ളവരുടെ സമ്പത്ത് കൊള്ളയടിക്കുന്നത് അന്യായമാണ് എന്നർത്ഥം വരുന്ന വരികളാണ് ചൊല്ലിയത്. പാട്ടിൻ്റെ വരികൾ കേട്ടപ്പോൾ സജ്ജൻ തക്കിൻ്റെ തൻ്റെ തെറ്റ് മനസ്സിലാക്കി അയാൾ ഗുരുവിനോട് ക്ഷമ ചോദിച്ചു. അതുപോലെ തന്നെ മോഷ്ടിച്ച പണമെല്ലാം ആരിൽ നിന്നാണോ മോഷ്ടിച്ചത് അവർക്ക് കൊടുക്കുകയും അതുപോലെ തന്നെ ദരിദ്രർക്ക് നൽകുകയും ചെയ്തു. ഗുരുനാനക്ക് ഉപദേശിച്ചു അദ്ദേഹത്തെ. പിന്നീട് സജ്ജൻ സത്രത്തിൽ എത്തുന്നവരെ സഹായിച്ച് ജീവിക്കാൻ തുടങ്ങി. അതാണ് ഇവിടെ തന്നിട്ടുള്ള ഈ ഒരു ചെറിയ സ്റ്റോറിയിൽ പറയുന്നത്. ഇനി അടുത്ത ചോദിച്ചിട്ടുള്ളത്, വാട്ട് ഐഡിയാസ് ഡിഡ് യു ഗെറ്റ് ഫ്രം ദിസ് സ്റ്റോറി. ഇതിൽ നിന്നും നിങ്ങൾക്ക് എന്തൊക്കെയാണോ മനസ്സിലായിട്ടുള്ളത് എന്നിവിടെ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്തത്, ഗുരുനാനക് വാസ് ബോൺ ഇൻ 15th century in the village of താൽവാണ്ടി, now in Pakistan, in ഷെയ്ഖ്പുര, പഞ്ചാബ്. അദ്ദേഹം 15th centuryയിലെ പഞ്ചാബിലെ ഷെയ്ഖ്പുരയിലെ തൽവണ്ടി എന്ന സ്ഥലത്താണ്. ആ സ്ഥലം ഇപ്പോൾ പാകിസ്ഥാനിലാണ്. അവിടെയാണ് അദ്ദേഹം ജനിച്ചത്. ഗുരുനാനക് അറ്റംപ്റ്റഡ് ടു ഹാർമോണൈസ് ദ ഐഡിയാസ് ഓഫ് ഡിഫറെൻറ്റ് റിലീജിയസ്. എന്താണ്, അദ്ദേഹത്തിന് വിവിധ മതങ്ങളോടുള്ള ആശയങ്ങളെ സമന്വയിപ്പിക്കാനും അതിനെ പ്രൊമോട്ട് ചെയ്യാനുമാണ് അദ്ദേഹം ശ്രമിച്ചിരുന്നത്. അതുപോലെ തന്നെ ഗുരുനാനക്
ഹി ട്രാവൽ വിതിൻ ആൻഡ് ഔട്ട്സൈഡ് ഇന്ത്യ ടു പ്രൊപ്പഗേറ്റ് ഹിസ് ഐഡിയാസ്. ഈ ഒരു ചിന്തകളെ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം ഇന്ത്യക്കകത്തും പുറത്തും ഒക്കെ സഞ്ചരിച്ചിരുന്നു. ഗുരു നാനക് വാസ് എഗെയിൻസ്റ്റ് ദ മീനിങ്ലെസ് റിലീജിയസ് റിച്വൽസ്. മതങ്ങളുടെ ഒരു അനുഷ്ഠാനങ്ങൾക്കെതിരെ ഗുരുനാനക് എതിർത്തിരുന്നു. ഒരുപാട് ആവശ്യമില്ലായിട്ടുള്ള അനുഷ്ഠാനങ്ങൾക്കെതിരെ അദ്ദേഹം ശബ്ദമുയർത്തിയിരുന്നു. ഹി അറ്റംപ്റ്റഡ് ടു പ്രൊപ്പഗേറ്റ് ദ മെസ്സേജ് ഓഫ് വൺ ഗോഡ്. ഏകദൈവം എന്ന സന്ദേശത്തെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ അദ്ദേഹം ശ്രമിക്കുകയും ചെയ്തിരുന്നു. ഹി പ്രൊമോട്ട് ദ ഐഡിയാസ് ഓഫ് ഇക്വാളിറ്റി, ബ്രദർഹുഡ്, ലവ്, ഗുഡ്നെസ് ആൻഡ് റിലീജിയസ് ടോളറൻസ്. അദ്ദേഹം ഇക്വാളിറ്റിയും ബ്രദർഹുഡും ലവ്, ഗുഡ്നെസ്, അതുപോലത്തെ റിലീജിയസ് ടോളറൻസ് ഇതിനെയൊക്കെ അദ്ദേഹം പ്രൊമോട്ട് ചെയ്തിരുന്നു. കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ ആൻഡ് ഐഡിയോലാട്രി, പിൽഗ്രിമേജ് വർ റിജക്റ്റഡ് ബൈ ഹിം. അതുപോലെ തന്നെ കാസ്റ്റ് സിസ്റ്റം, അതുപോലെ ഈ ഒരു സന്യാസപരമായിട്ടുള്ള തീർത്ഥാടനങ്ങൾ, അതുപോലെ വിഗ്രഹാരാധന ഇതിനെയൊക്കെ അദ്ദേഹം നിരാകരിച്ചിരുന്നു. ഓക്കെ. കൂടാതെ economic inequality was questioned and people were encouraged to abstain from using intoxicant. സാമ്പത്തികപരമായിട്ടുള്ള അസമത്വങ്ങൾക്കെതിരെ ചോദ്യം ചെയ്യുകയും ലഹരിയുടെ വർജനങ്ങൾ ജനങ്ങളെ പ്രേരിപ്പിക്കുകയും ചെയ്തു. ലഹരി ഒന്നും ഉപയോഗിക്കാൻ പാടില്ല എന്ന് അദ്ദേഹം പറയുകയും ചെയ്തിരുന്നു. Then he emphasized the importance of the langar of community kitchen where all classes of people could eat together. അതുപോലെ എല്ലാ വിഭാഗങ്ങളും എല്ലാ ജനങ്ങളും ഒരുമിച്ച് ഭക്ഷണം കഴിക്കാവുന്ന ഒരു ലങ്കാർ എന്ന ഒരു പൊതുവായിട്ടുള്ള അടുക്കളയെ കുറിച്ച് അദ്ദേഹം വ്യക്തമാക്കി. അതിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചിട്ടും അദ്ദേഹം പറഞ്ഞു കൊടുത്തു. ഹീസ് ഐഡിയാസ് ലേറ്റർ പേവ്ഡ് ദ വേ ഓഫ് ദ ഫോർമേഷൻ ഓഫ് സിക്കിസം. അദ്ദേഹത്തിൻ്റെ ആശയങ്ങളാണ് പിൻകാലത്ത് ഒരു സിക്കിസത്തിന് കാരണമാവുന്നത്, സിഖ് മതത്തിന് കാരണമായത്. മേക്കിംഗ് നോട്ട് ഓൺ ദ മെത്തേഡ്സ് അഡോപ്റ്റഡ് ബൈ ഗുരു നാനക് ടു പ്രൊപ്പഗേറ്റ് ദ ഐഡിയാസ് ഓഫ് റിലീജിയസ് ടോളറൻസ് ആൻഡ് യൂണിവേഴ്സൽ ബ്രദർഹുഡ്. ഈ ഒരു മതപരമായിട്ടുള്ള സഹിഷ്ണുത, സാർവത്രികമായിട്ടുള്ള ബ്രദർഹുഡ്, അതുപോലെ തന്നെ സാഹോദര്യം എന്നീ ആശയങ്ങളൊക്കെ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഗുരുനാനക് സ്വീകരിച്ച മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് കുറിപ്പെഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞ പാരഗ്രാഫിലുള്ള സംഭവങ്ങളൊക്കെ തന്നെയാണ് ആൻസർ ആയിട്ട് വരുന്നത്. Then, in short, the social and religious activities of Kabir and Guru Nanak ushered in the period of cultural harmony in medieval India. ഈ കബീറിൻ്റെയും ഗുരുനാനാക്കിൻ്റെയും സാമൂഹികവും അതുപോലെ തന്നെ സാമ്പത്തികപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ മധ്യകാല ഇന്ത്യയിൽ ഒരു സാംസ്കാരിക സമന്വയത്തിന് തുടക്കം കുറിക്കാൻ കാരണമായി. ഇനി താഴെ തന്നിട്ടുള്ളത് സിഖ് മതത്തിൻ്റെ ഒരു വിശുദ്ധ ഗ്രന്ഥമായിട്ടുള്ള ആദി ഗ്രന്ഥ ഗുരുനാനക്കിൻ്റെ തുടങ്ങുന്ന സിഖ് രചനകളാണ്. ഈ ആദി ഗ്രന്ഥത്തിൻ്റെ ഉള്ളടക്കം, ഏകദൈവ വിശ്വാസത്തിൻ്റെ പ്രാധാന്യം, അതിനൊക്കെ കുറിച്ചിട്ടുള്ള ആദി ഗ്രന്ഥത്തിൽ പറയുന്ന കാര്യങ്ങളാണ് ഇവിടെ തന്നിട്ടുള്ളത്. കൂട്ടുകാരൊന്ന് വായിച്ചു മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഇപ്പോൾ തന്നെ വീഡിയോ ഭയങ്കര ലെങ്തായി. ഇനി അടുത്തത് നമുക്ക് നോക്കാനുള്ളത് വുമൺ ആൻഡ് ഭക്തി മൂവ്മെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. അതുപോലെ തന്നെ ഇതിലെ ആക്ടിവിറ്റീസും നോട്ട്സും നിങ്ങൾക്ക് ആവശ്യമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.